അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തത് സംശയം, കണ്ണ് രോഗത്തിന് കണ്ണിന്റെ കാഴ്ച കൂട്ടിക്കിട്ടാൻ വല്ല ദുആയും ഉണ്ടോ? ഒരുപാട് ദുആകളുണ്ട്. ഞാൻ അതിൽ ചിലത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഒന്ന്, അള്ളാഹുവിന്റെ അസ്മായിൽപ്പെട്ടതാണ് ബസീർ എന്നത്. അപ്പോ യാ ബസീർ യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന് കൂടുതലായി ചൊല്ലാൻ ശ്രമിക്കുക. രണ്ട്, ബാങ്ക് കൊടുക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോൾ മർഹബൻ ബി ഹബീബി ബി ഖുർറത്തി ഐനി മുഹമ്മദ് അബ്ദുല്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അത് അല്ലെങ്കിൽ ഇങ്ങനെ മർഹബൻ ബി ഹബീബി ബി ഖുർറത്തി ഐനി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞ് രണ്ട് കൈയിന്റെയും തള്ളവിരൽ ഊതിയിട്ട് കണ്ണിന് തടവുക. മൂന്ന്, എല്ലായ്പ്പോഴും സ്വലാത്തു തുബ്ബിയ ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തുബ്ബുൽ ഖുലൂബി വദവാഇഹ വആഫിയത്തുൽ അബ്ദാനി വശിഫാഇഹ വനൂറുൽ അബ്സ്വാരി വദിയാഇഹ വഅല ആലിഹി വസഹബിഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലുകയും അതുകൊണ്ട് കണ്ണ് തടവുകയും ചെയ്യുക. പിന്നെ ദിവസവും ഞാനൊരു ആയത്ത് പറയാം. സൂറത്തു ഖാഫിലെ ഒരു ആയത്ത് ഓതുക. ലഖദ് കുന്ത ഫീ ഗഫലത്തിൻ മിൻ ഹാദാ ഫകശഫനാ അൻക ഗിതാഅക ഫബസറുക അൽയൗമ ഹദീദ്. ഈ ആയത്ത് ഓതുക. ചൂണ്ടവിരല് തസ്ബീഹ് വിരലിൽ ഓതിയിട്ട് കണ്ണ് തടവുക. ഇത് കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കാഴ്ച തരും. അതുപോലെ തന്നെ കണ്ണിനെ ശ്രദ്ധിക്കുക. ഹറാമും മറ്റും കാണുന്നതിനും നോക്കുന്നതിനെയും അതുപോലെ തന്നെ അന്യ പെണ്ണുങ്ങളുടെ പടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ ഇതുപോലൊക്കെ വരാൻ സാധ്യതകൾ ഉണ്ടാവാറുണ്ട് എന്ന് കിതാബുകളിൽ കാണാം. അതും കൂടി ഓർമ്മയിൽ തരുന്നു എന്ന് മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ തലക്കൊക്കെ ഇടുമ്പോ മൈലാഞ്ചി പോലുള്ള സാധനങ്ങൾ ഇടുക. അത് കുറച്ചും കൂടി നല്ലതാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ട് നമുക്ക് ശിഫ കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ശിഫ തരട്ടെ. നമുക്ക് എല്ലാവർക്കും കാഴ്ച ശക്തി അള്ളാഹു വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ജവാബ് നിങ്ങൾക്ക് എത്തിക്കും.